നമസ്കാരം. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി കനക്കുകയാണ്. കഴിഞ്ഞ മാസം വലിയ നയതന്ത്ര ഇടപെടലുകൾക്ക് പിന്നാലെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയാണ്. തുടർച്ചയായ 9ാം ദിവസം രാത്രിയും അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ പുതിയ സംഘർഷത്തിന് വഴിവെച്ചത്. ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം, നിർമ്മാണത്തിലിരുന്ന ഒരു ആണവ വൈദ്യുത നിലയവും ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. തെക്കുപടിഞ്ഞാറൻ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഡാർഖോവിൻ ആണവ വൈദ്യുത നിലയമാണ് അമേരിക്കയുടെ പുതിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത്. അതായത് ഈ പ്ലാന്റ് ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിലായിരുന്നുവെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവോർജ്ജ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടന വ്യക്തമാക്കുന്നത്. ഒരു സൈനിക കേന്ദ്രമല്ലാത്ത ഭാവിയിൽ വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിച്ചുകൊണ്ടിരുന്ന പദ്ധതിക്കെതിരെയാണ് ആക്രമണമെന്ന ആരോപണം ഉയർന്നതോടെയാണ് സംഭവം അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി മാറിയത്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹാസിം ഗാരിബാദ് അമേരിക്കയുടെ നടപടിയെ അതിശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. അതായത് ഡാർഖോവിന്റെ പ്ലാന്റിനെതിരായ ആക്രമണം ഇറാന്റെ സമാധാനപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള അപകടകരമായ നീക്കമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മേഖലയിലെ അസ്ഥിരതയും സുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ വഷളാക്കുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ദേശീയ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് വെറും നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് കഴിഞ്ഞ മാസങ്ങളിലുടനീളം ഇറാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആണവ പദ്ധതികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവഗണിക്കില്ല എന്നതാണ്. അതിനാൽ തന്നെ ഇത്തവണത്തെ പ്രതികരണം മുൻകാലങ്ങളെക്കാൾ ശക്തമാക്കിയിരിക്കാമെന്നാണ് വിലയിരുത്തൽ. അതായത് അമേരിക്കയുടെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കും മറ്റു കപ്പൽ ഗതാഗതത്തിനുമെതിരെ ഇറാൻ നടത്തിയ നടപടികൾക്കുള്ള പ്രത്യാക്രമണമായാണ് പുതിയ സൈനിക നീക്കങ്ങളെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമോസ് കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ കടന്നുപോകുകയാണ്. ഈ കടലിടുക്കിലെ സുരക്ഷയെ ബാധിക്കുന്ന ഏതു നടപടിയും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും എന്നതിനാൽ അമേരിക്ക തന്റെ ഇടപെടലിനെ ന്യായീകരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വൃത്തങ്ങളെ അവർ പറയുന്നതനുസരിച്ച് ഇറാന്റെ നാവികശേഷിയും കപ്പൽ ആക്രമണ ശേഷിയും ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനൊപ്പം മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണി കുറയ്ക്കുന്നതിനും ആക്രമണങ്ങൾ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. എന്നാൽ ഇറാൻ ഇതെല്ലാം തള്ളിക്കളയുകയും യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക മാത്രമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഈ പുതിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനും തിരിച്ചടി ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക ഉപയോഗിക്കുന്ന സൈനിക സൗകര്യങ്ങളും താവളങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ പ്രതികാര ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഒരു ആരോപണം. ഏതെല്ലാം കേന്ദ്രങ്ങളാണ് ലക്ഷ്യമാക്കിയതെന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും മേഖലയിലെ സുരക്ഷാ ജാഗ്രത അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കു ശേഷം ജൂൺ മാസത്തിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ശത്രുത അവസാനിപ്പിക്കുകയും സ്ഥിരമായ സമാധാന കരാറിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നതായിരുന്നു ആ ധാരണയിലൂടെ ലക്ഷ്യം വെച്ചത്. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ പുതിയ ആക്രമണങ്ങളും തിരിച്ചടികളും ആ വെടിനിർത്തൽ കരാർ പ്രായോഗികമായി തകർന്നിരിക്കുകയാണ് എന്ന് ഉറപ്പു നൽകുകയാണ്. എന്തായാലും സംഘർഷത്തിന്റെ മറ്റൊരു വശം അമേരിക്കൻ സൈനികരുടെ മരണമാണ്. വടക്കൻ ഇറാഖിൽ നടന്ന ഇറാനിയൻ ആക്രമണത്തിന് പിന്നാലെ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. ജോർദാനിലെ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഈ സംഭവം. ജോർദാനിൽ നടന്ന ആക്രമണത്തിന് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തതായി അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രധാന ആശങ്കയും ഈ ഏറ്റുമുട്ടൽ നിയന്ത്രണാതീതമായ ഒരു പ്രാദേശിക യുദ്ധമായി മാറുമോ എന്നതാണ്. ഒരു വശത്ത് അമേരിക്കൻ സൈനിക സാന്നിധ്യം വ്യാപകമായി നിലനിൽക്കുമ്പോൾ മറുവശത്താകട്ടെ ഇറാനും അതിന്റെ സഖ്യകക്ഷികളും വിവിധ മേഖലകളിൽ ആക്രമണം ശക്തമാക്കുകയാണ്.